ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ലോവർ ബോഡി വർക്കൗട്ടാണ്. അതിന് വേണ്ടത് ഒരു ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ അപ്പർ ബോഡി വർക്കൗട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നോർമൽ ഒരു ബെഡ്ഷീറ്റ് വേണം. ഇത് നിങ്ങൾക്ക് ജനൽ കമ്പിയിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ ഫ്രെയിമിലോ ഇതുപോലത്തെ എവിടെ വേണമെങ്കിലും ഘടിപ്പിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നോർമൽ സ്ക്വാട്ടാണ്. പിന്നെ ഹെൽപ്പിന് ഈ ബെഡ്ഷീറ്റ് ഉണ്ടാകുമ്പോൾ ഇത് കൂടുതൽ ഡീപ്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോമി എന്ന് പറയുന്നത് സ്ക്വാട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ടാണ്. നമ്മൾ ഷോൾഡർ ലെവലിൽ തീക്ക് വെക്കണം, എന്നിട്ട് 30 ഡിഗ്രി ഓപ്പൺ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നീ ഫോർവേഡ് ആകാതെ ശ്രദ്ധിക്കണം. ഫുൾ കോൺസെൻട്രേഷൻ ക്വാഡ്രിസെപ്സിലായിരിക്കണം. വർക്കൗട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ഞാൻ ആരാണെന്ന് കൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ മുസ്തഫ പുളിയക്കോട്. ഒരു 10-20 വർഷമായിട്ട് ഈ ഫിറ്റ്നസ് ഫീൽഡിലുണ്ട്. ഞാനൊരു ഫിറ്റ്നസ് പ്രൊഫഷണലാണ്. അതുമാത്രമല്ല, ഒരു 15 വർഷത്തോളം ഞാൻ സൗദിയിലായിരുന്നു. 3 പ്രാവശ്യം മിസ്റ്റർ സൗദി അറേബ്യ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യയും ആയിട്ടുണ്ട്. ഇപ്പോൾ 6 വർഷമായി ഞാൻ ബാംഗ്ലൂരിൽ ഒരു US ബേസ്ഡ് കമ്പനിയിൽ ഫിറ്റ്നസ് ഹെഡായും കമ്പനിയുടെ മാനേജിംഗ് ഓപ്പറേറ്ററായിട്ടും വർക്ക് ചെയ്യുകയാണ്. Breathe out. When you up, breathe out. ഇത് നമ്മുടെ തുടയുടെ പേശികൾക്കുള്ളതാണ്. തുടയിൽ 4 പേശികളുണ്ട്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ബിഗ്ഗർ മസിൽ ഗ്രൂപ്പ് ഉള്ളത് തുടയിലാണ്. ഇത് നിങ്ങൾ കൂടുതൽ ഡീപ്പ് സ്ക്വാട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഗ്ലൂട്ട്സും കൂടി എഫക്റ്റ് ആവും. നിങ്ങൾ തൈ മാത്രമാണ് നിങ്ങളുടെ ഗ്രോത്തിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആവശ്യമെങ്കിൽ ഹാഫ് സ്ക്വാട്ട് ചെയ്താലും മതി. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സുമോ സ്ക്വാട്ടാണ്. സുമോ സ്ക്വാട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നർ തൈ ആണ്. ഇന്നർ തൈയിൽ ഒരുപാട് മസിൽ ഗ്രൂപ്പ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പെക്ടോണിയസ്, അഡക്ടർ ലോങ്ങസ്, അഡക്ടർ ബ്രാവിയസ്, അഡക്ടർ മാഗ്നസ്, ഗ്രേസിയസ്, ഒരുപാട് മസിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ വർക്കൗട്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഇതിന് വേണ്ടത് നിങ്ങൾ നോർമൽ ഷോൾഡർ വിഡ്ത്തിൽ നിന്നും കുറച്ചും കൂടി അകലെ വെച്ച് ഓപ്പൺ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ ഇന്നർ തൈലായിരിക്കണം. ബ്രീത്ത് ഔട്ട്. നിങ്ങൾ മേലെ വരുമ്പോഴാണ് ബ്രീത്ത് ഔട്ട്. ഫുൾ കോൺസെൻട്രേഷൻ ഇന്നർ തൈലിൽ കൊടുക്കുക. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എവിടെയാണോ ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരും. അതുവഴി കൂടുതൽ മിനറൽസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ നിങ്ങൾക്ക് ആ ഭാഗങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും. ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്തത് തൈസിനാണ്. സെക്കൻഡ് വർക്കൗട്ട് നമ്മൾ ചെയ്തത് ഇന്നർ തൈസിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തേർഡ് വർക്കൗട്ട് വരുന്നത് ഔട്ടർ തൈസിനാണ്. അപ്പോൾ ഔട്ടർ തൈസിന് നമ്മൾ വേണ്ടത് സുമോ സ്ക്വാട്ടിന് നേരെ ഓപ്പോസിറ്റ്. കാലുകൾ 11 പൊസിഷൻ വെക്കുക. 11 എന്ന് പറയുന്നത് നമ്മൾ 11 എന്ന് എഴുതുന്നത് പോലെ 11 പൊസിഷനിൽ വെച്ചതിന് ശേഷം സ്ക്വാട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഡെമോ. ഇതിൽ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ ഔട്ടർ തൈലായിരിക്കും. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഗ്ലൂട്ട്സ് ആണ്. വർക്കൗട്ടിൽ ഏറ്റവും കൂടുതൽ എനർജി ചിലവാകുന്ന ഒരു കമ്പൗണ്ട് എക്സസൈസാണ്. അതിൻ്റെ പേരാണ് ലഞ്ചസ്. ലഞ്ചസിലെ ഫസ്റ്റ് ബിഗിനർ സ്റ്റേജാണ് സ്റ്റാറ്റിക് ലഞ്ചസ്. ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സ്റ്റാറ്റിക് ലഞ്ചസ് ചെയ്യുമ്പോൾ ഇതാണ് സ്റ്റാറ്റിക് ലഞ്ചസ്. ഇതിൽ നിങ്ങൾ ഒന്നും കൂടി കാല് പിറകോട്ട് വെക്കുകയാണെങ്കിൽ ഗ്ലൂട്ട്സിലായിരിക്കും എഫക്റ്റ്. കാല് കുറച്ച് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ എഫക്റ്റ് തൈസിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ തൈസിൻ്റെ ഫസ്റ്റ് സ്ക്വാട്ടിൽ ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് എഫക്റ്റ് വേണ്ടത് ഗ്ലൂട്ട്സിലാണ്. അപ്പോൾ കൂടുതൽ കാല് പിറകിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ.
ഗ്ലൂട്ട്സ് നിങ്ങൾ ലഞ്ചസ് ചെയ്യുമ്പോൾ കാല് വൈഡായിട്ട് വെക്കുകയാണെങ്കിൽ ഗ്ലൂട്ട്സിലും, കാല് കുറച്ച് ക്ലോസ് ആയിട്ട് വെക്കുമ്പോൾ അത് തൈസിലുമാണ് എഫക്റ്റ് ആവുന്നത്. നെക്സ്റ്റ് വർക്കൗട്ട്, ഇപ്പോൾ നമ്മൾ തൈസിൻ്റെ ഓൾമോസ്റ്റ് ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട്, ഇന്നർ, ഔട്ടർ, ഗ്ലൂട്ട്സ്. ഇനി ബാക്കിയുള്ളത് ആംസ്ട്രിങ് ആണ്. ആംസ്ട്രിങ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലെഗ് ഡെഡ് ലിഫ്റ്റ് ആണ്. ഓക്കെ, ഈ വർക്കൗട്ടിന് കുറച്ച് ബാലൻസ് കൂടി വേണം. ശരിക്കും 3 മസിൽ ഗ്രൂപ്പ് ഉണ്ട് ഹാംസ്ട്രിങ്ങിൽ. ഇത് 3ഉം എഫക്റ്റ് ആകുന്ന ഒരു വർക്കൗട്ടാണിത്. One, 2, 3. നിങ്ങൾ മേലെ വരുമ്പോഴാണ് ബ്രീത്ത് ഔട്ട്. 4, 5. ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ആൻറ്റീരിയർ ടിബിയാലിസും പോസ്റ്റീരിയർ ടിബിയാലിസും, അതായത് നമ്മുടെ കാഫ് മസിലും പിന്നെ കാഫിൻ്റെ ഓപ്പോസിറ്റുള്ള ആൻറ്റീരിയർ ടിബിയാലിസ് മസിലിൻ്റെയും വർക്കൗട്ടാണ്. ഇതോടുകൂടി നമ്മുടെ ലോവർ ബോഡി എല്ലാ മസിൽ ഗ്രൂപ്പും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിന് ചെയ്യേണ്ടത് 1, 2, 3, 4, 5, 6, 7. ഇത് നമ്മൾ ആൻറ്റീരിയർ ടിബിയാലിസും പോസ്റ്റീരിയർ ടിബിയാലിസും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. അതായത് കാഫ് മസിലും കാഫിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മസിലും ഒരുമിച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. കാഫ് മസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്ന മസിലാണ് ഈ ഗാസ്ട്രോനീമിയസ്, അതായത് കാഫ് മസിൽ. ഇതാണ് ലോവർ ബോഡിയിൽ ഇരിക്കുന്ന ബ്ലഡിനെ മേലേക്ക് പുഷ് ചെയ്ത് ഹൃദയത്തെ സഹായിക്കുന്ന മസിലാണ് ഗാസ്ട്രോനീമിയസ്. ഈ കാഫ് മസിൽ എത്ര ഗ്രോത്ത് ആകുന്നോ അത്രയും നമ്മുടെ ഹൃദയത്തിനുള്ള സപ്പോർട്ട് കൂടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.